നിസ്കാരം ഖളാ വീട്ടൽ രണ്ട് സാഹചര്യത്തിൽ മാത്രമാണ് അനുവദനീയമുള്ളത്. ഒന്ന് ഉറങ്ങിയാൽ അല്ലെങ്കിൽ ഭ്രാന്തനായിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. ഉറങ്ങിയവർ ആണെങ്കിൽ എഴുന്നേറ്റ ഉടനെ ഖളാ വീട്ടണം എന്നാണ്. ചെറുപ്രായം മുതൽ എത്രയോ നിസ്കാരങ്ങൾ ഖളാ ആക്കിയവരാണ് നമ്മൾ. ഇതിനെപ്പറ്റി മുഹദ്ദിസീങ്ങളുടെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, മുമ്പ് വിട്ടുപോയ എല്ലാ നമസ്കാരത്തിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഇനി മുതൽ ഞാൻ ഖളാ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചാൽ മതിയാവുന്നതാണ്. പിന്നെ ചില മുഹദ്ദിസീങ്ങളെ അഭിപ്രായ പ്രകാരം തൗബ ചെയ്ത് വിട്ടുപോയ എല്ലാ നിസ്കാരങ്ങളെ ഖളാ വീട്ടണം എന്നാണ്. മുമ്പ് എത്ര നിസ്കാരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്ന് അറിവില്ലാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് ഖളാ വീട്ടാൻ ഒരു നല്ല അവസരത്തെ മുതലാക്കാം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്ർ. 1000 മാസത്തേക്കാൾ ഖൈറായ ഒരു രാത്രിയാണ് ഖദറിന്റെ രാത്രി. ഈ രാത്രിയിൽ ചെയ്ത അമലുകൾ 83 കൊല്ലം ചെയ്യുന്ന അമലുകളിലേക്ക് തുല്യമാണ്. റമളാനിന്റെ അവസാനത്തെ 10-ലാണ് നാം ഖദറിന്റെ രാത്രിയെ തേടേണ്ടത്. ഈ 10 ദിവസങ്ങളിൽ എല്ലാ രാത്രിയിലും തറാവിക്ക് ശേഷം സുബ്ഹ്, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ ഈ എല്ലാ നിസ്കാരങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും ഖളാ വീട്ടി നമസ്കരിക്കുക. 10-ൽ ഒരു ദിവസം ഖദറിന്റെ രാത്രി ലഭിച്ചാൽ 83 കൊല്ലം ഖളാ വീട്ടിയതിന് തുല്യമാണ്. അതിനുശേഷം തൗബ ചെയ്ത് ഒരിക്കലും ഖളാ ചെയ്യൂല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അല്ലാഹുമ്മ ബല്ലിഗ്നാ ലൈലത്തുൽ ഖദ്ർ, ബല്ലിഗ് അന്നി വലൗ ആയ. اللهم إنك عفو تحب العفو فاعف عني.